ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചത്? അതിനിടം അത് യേശു തന്നെയാണ്. അപ്പൊ മറിയമെന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ആ മുഖത്തെ ചൈതന്യവും കണ്ണുകളിലെ തീക്ഷണതയും, ഓ, ഇതൊന്നും കാണാൻ നമ്മുടെ തോമസിന് ഭാഗ്യമുണ്ടായിരുന്നല്ലോ. അത് ശരിയാണല്ലോ. തോമസ് പോയിട്ട് ദിവസം ഒന്നു കഴിഞ്ഞല്ലോ. പാപം, നമുക്ക് ആഹാരം തേടി പോയതാ. ഇനി ആ ദുഷ്ടന്മാർ അവനെ എന്തെങ്കിലും. തോമ, ഇത്രയും സമയം നിന്നെ കാണാതായപ്പോ ഞങ്ങൾ എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു. നീ ഇവിടെ ഇല്ലായിരുന്ന നേരത്ത് എന്തൊക്കെയോ സംഭവിച്ചതല്ലോ. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ മിശിഹായെ കണ്ടു. എന്താ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ഗുരു ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു. പറഞ്ഞത് സത്യമാണ് തോമസ്. ഞങ്ങൾ എല്ലാവരും അവനെ കണ്ടു. അവന്റെ കൈകളിലെ ആണപ്പെടുത്തുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലെടുക്കുകയും അവന്റെ മാസത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നീ എന്തിനെങ്കിലും സാക്ഷ്യം പിടിക്കുന്നു? ഞങ്ങൾ എത്രയും പേർ കണ്ടത്. ഞങ്ങളുടെ സാക്ഷ്യം നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസമല്ല പ്രശ്നം. ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ മിശിഹായെ എനിക്ക് ദർശനം തരും. ആ ഉറപ്പാണ് എന്റെ മാർഗം. ദയവായി തെറ്റിദ്ധരിക്കും. ഒരു രാവും പകരം അലഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സഹോദരന്മാരെ. ക്രൂസിലേറ്റപ്പെട്ടവന്റെ കൂടെ നടന്നവരെ കുടിക്കാൻ വെള്ളം തരാൻ പോലും ആളുകൾ മടിക്കുന്നു. പടയാളികളുടെ കണ്ണിൽപ്പെടാതെ മാത്രം പതിഞ്ഞു നോക്കിയാ ഇതെങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? എന്താ തോമസ് ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, എനിക്കൊന്നും വേണ്ട. അതിന്റെ കാരണം എന്താ? കിട്ടിയത് മുഴുവൻ നീ ഇവിടെ എത്തിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഉള്ളതും ഒക്കെ കഴിക്കാം. ഇല്ല, എനിക്കിനി ആഹാരം വേണം. എല്ലാവരുടെയും വിശപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വിട്ടുപോയത്. അതുകൊണ്ട് എനിക്ക് സംഭവിച്ച നഷ്ടം വലുതായിട്ട് എനിക്ക് എൻ്റെ കർത്താവിനെ കാണാൻ കഴിയില്ല. സഹോദരങ്ങളുടെ വിശപ്പകറ്റാൻ ഞാൻ ആഹാരം തേടി അലയുമ്പോൾ എനിക്ക് മാത്രം ദർശനം തരാതെ അവൻ പോയി. വരാതില്ല, ആരോടും പരിഭവമില്ല. പക്ഷേ തീരുമാനം അതെന്റേതാണ്. എൻ്റെ നാഥൻ എനിക്ക് ദർശനം തരുമ്പോൾ ഞാൻ ഇനി ജലപാനം ചെയ്യും.